अड्डीपोली अड्डीपोली। पत्थर हाँ, ये इसका एक लोड के लिए कितने मिलेगा आप लोगों का? मिली मिली हाँ मिली अली हाँ। सब्सक्राइब ट्रैवल ब्रोस। ഗുഡ് മോർണിംഗ് ഗായ്സ്, ട്രാവൽ ബ്രോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും നമ്മൾ നിൽക്കുന്ന സ്ഥലം അരുണാചൽ പ്രദേശിലെ തവാങ്ങിൽ തന്നെയാണ്. ഇന്ന് എവിടേക്കും പോയിട്ടില്ല. ഇപ്പോൾ നമ്മൾ രാവിലെ ഒരു ചായ കുടിച്ചതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വേറെ കാണാനുള്ള സംഭവങ്ങളെന്നൊക്കെ നോക്കണം. വലിയ കാര്യമായിട്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ ഇവിടെ അകലം വഴിയാണ്. പിന്നെ കാണാനുള്ളത് വീണ്ടും മഞ്ഞുമല തന്നെയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി കുറേ കിലോമീറ്റർ ഓഫ് റോഡ് വണ്ടി ഓടിച്ച് പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിലങ്ങനെ ഓഫ് റോഡ് വണ്ടി ഓടിച്ച് പോയിട്ട് നമ്മൾ ഈ കണ്ട മഞ്ഞുമല തന്നെ എന്തും മഞ്ഞുമലയായിരുന്നു. ഇനി അതിനും അപ്പുറത്ത് വേറെ ഒരെണ്ണെന്ന് പറഞ്ഞിട്ട് കുറേ കിലോമീറ്റർ ഇവിടുന്ന് ഓടി അങ്ങ് പോയിട്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ല. അത് തന്നെയല്ല, അവിടേക്ക് പോകണമെങ്കിൽ പാസ് എടുക്കണം. ബൈ ചാൻസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും വയ്യാവേലി വലിച്ച് നമ്മൾ തലയിൽ കയറ്റി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടേക്ക് പോകുന്ന പരിപാടി ഒഴിവാക്കി ആ റൂട്ടിൽ കൂടെ വേണമെങ്കിൽ കുറച്ചൊന്ന് പോകാം, അത്രമാത്രം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണേ. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ഫുഡ്, രാവിലത്തെ പ്രഭാത ഭക്ഷണം എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കി അറിഞ്ഞതാണ്. ഇന്നലെ നമ്മൾ ആസാമി ഫുഡാണ് കഴിച്ചത്. ഇന്ന് നമ്മൾ കഴിക്കാൻ പോണത് നേപ്പാളി ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇപ്പോൾ നേപ്പാളി പൂരി മസാലക്കറി ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഒന്ന് നോക്കാം. നേപ്പാൾ പൂരി ആൻഡ് മസാല. ഇവിടെ എല്ലാം ഇങ്ങനെ അടച്ചിട്ടിട്ടുള്ള കടകളാണ് കേട്ടോ. ദേ ഞാൻ പൂരി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതാണ് കട. പൂരിയൊക്കെ റെഡിയാണ് ഇവിടെ. വേണ്ട പൂരി കറി, പിന്നെ ദേ അതിൻ്റെ ഇപ്പം ഒരു കൂട്ടുകറി ഉണ്ട്, പിന്നെ അച്ചാറുണ്ട്, ചായ ഉണ്ട്. ഇനി ടേസ്റ്റ് മാത്രം നോക്കി പറഞ്ഞാൽ മതി അല്ലേ. നേപ്പാളി കടകളിൽ വന്നിട്ട് ഫുഡ് കഴിച്ചു, വെജിറ്റേറിയൻ സൂപ്പറായിരിക്കും കേട്ടോ. അവരുടെ കറിയുടെ കൂട്ടൊരു വേറെ സൈസാണ്. ഇതിൽ കുറേ മിക്സ് ഉണ്ട്, അല്ലാണ്ട് വെറുതെ ഇതിലിപ്പോൾ എന്തൊക്കെയുള്ളതെന്ന് പറയാൻ പറ്റും. ഫുൾ വെജിറ്റബിളാണ്, നല്ല ബെസ്റ്റ് ടേസ്റ്റ്. അതുപോലെ ഒരു തോരൻ ഞാൻ കഴിച്ചു, തോരനും അടിപൊളി ടേസ്റ്റ് എന്ന് പറയില്ലേ. നേപ്പാളി ഫുഡ് സൂപ്പറാണ്. ഞാൻ നേപ്പാളിൽ പോയപ്പോൾ കഴിച്ചിട്ടുള്ളപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പക്ഷേ നേപ്പാളി കടകളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ട് നേപ്പാളി ഫുഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തിരഞ്ഞു പിടിച്ച് കയറിയതാണ്. എന്തായാലും അടിപൊളി. നമ്മൾ ഇന്ന് പോകാൻ വിചാരിച്ചിട്ടുള്ളത് ഗുംല പാസ്സാണ്. അപ്പോൾ ഗുംല പാസിലേക്ക് പോകാൻ പറ്റില്ല, ചൈന ബോർഡർ ആയതുകൊണ്ട് തന്നെ അവിടെ വഴി കാണിക്കണില്ല, ഗൂഗിളിൽ വഴി കാണിക്കണില്ല. അത് തന്നെയല്ല, വളഞ്ഞു തിരിഞ്ഞുള്ള പൊട്ട വഴിയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. നമ്മൾ അതിന് പകരം സേല പാസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് തന്നെ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്നൊക്കെ നോക്കി നമുക്ക് മെല്ലെ കണ്ട് തിരിച്ച് ഇങ്ങോട്ട് വരണോ അത് താഴത്തേക്ക് ഇറങ്ങണോ എന്താണെന്നുള്ളത് അവിടെ ചെന്നിട്ട് ആലോചിക്കാം. അപ്പോൾ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് പോണതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇന്നലെ കണ്ടിട്ടുള്ള ഒരു അമ്പലമില്ലേ അങ്ങ് അകലെ നോക്കിയേ, അത് അടിപൊളി ഒരു അമ്പലമായിരുന്നു. പക്ഷേ ലോങ് സൈറ്റേ ഉള്ളൂ. അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുമ്പോൾ നമുക്ക് വലിയ ഭംഗിയൊന്നും ഫീൽ ചെയ്യണില്ല. അത് തന്നെയല്ല, നമ്മൾ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഫീലല്ല നമുക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ പല വ്യത്യാസങ്ങളുണ്ട്. അടുത്ത് ചെന്ന് കാണുമ്പോൾ അത് അത്ര അങ്ങോട്ട് എഫക്റ്റ് ചെയ്യില്ല, അകലേന്ന് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഞാനിങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടുത്തെ തവാങ്ങിലെ, അരുണാചൽ പ്രദേശിലെ തവാങ്ങിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളും കോളേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഗ്രൗണ്ടും കാര്യത്തിൻ്റെ അടുത്തൊക്കെ നിന്നിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഗ്രൗണ്ട്. ഇവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞു. ഇതേ ഇവിടെ ഒരു ഭയ്യ ഉണ്ട്, ഭയ്യായിട്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു. നാം ക്യാ ഹൈ ആപ്കാ? തോടാ നീച്ചെ नाम? मेरा नाम लुक्संग है। लुक्संग, हाँ हाँ। कितना क्लास में पढ़ते हैं? मैं यहाँ पे BA सेकंड ईयर में हूँ। BA സെക്കൻഡ് ഇയർ. ആൾ BA സെക്കൻഡ് ഇയർ. അപ്പോൾ ആൾക്ക് ഇംഗ്ലീഷ് വലിയ ബസ്സില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഇംഗ്ലീഷ് അല്ല, മെയിൻ ഹിന്ദിയാണ്. അപ്പോൾ ഹിന്ദിയാണ് ആൾ സംസാരിക്കുന്നത്. ആളെന്നല്ല കുറേ ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും കുറച്ച് ഹിന്ദിയിലൊക്കെ വർത്താനം പറഞ്ഞു. ഇതേ ഇപ്പുറത്തും കോളേജിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ മുഴുവൻ. ഇവിടെ പിള്ളേരൊക്കെ വരുന്നത് പെട്ട ബൈക്കിൽ. അതേ നോക്കിയേ, ഇവിടെ ഒരു ലേഡി നിൽക്കുന്നുണ്ട്. അതിനൊന്ന് വിളിച്ചേ, പൂച്ചോ മിന്നു मिन्नू आओ इधर आओ, नाम बताओ। नहीं नाम तो बता दो। नाम बताओ, इधर आओ। യൂട്യൂബ് में देख रहे, യൂട്യൂബ് में നോക്കിയേ, ഇവൻ്റെ ബൈക്കൊക്കെ നോക്കിയേ, പെട്ട സാധനം കേട്ടോ. എന്തായാലും ഈ സാധനത്തിലേക്ക് കോളേജിലേക്ക് വരുന്നത്. അമ്മ आपका है? जी जी। हाँ, अरे कौन सा बाइक है? KTM? MT।
MT Yamaha का Yamaha जी ഓ ठीक है क्या लिखने हैं ആ അപ്പോൾ ഇതേപോലെ എല്ലാവരും പെട്ടപ്പെട്ട റോളിലാണ് നിൽക്കുന്നത്. കോട്ടും ജാക്കറ്റും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ഇവരൊക്കെ ആയിട്ടൊന്ന് വർത്താനം പറയട്ടെ. പിള്ളേരുകളായിട്ട് വർത്താനം പറയുമ്പോഴല്ലേ കൂടുതൽ കാര്യങ്ങൾ അറിയുള്ളൂ. ഞാൻ വർത്താനം പറഞ്ഞു കഴിയും തോറും ആൾക്കാരുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കുറേ ആൾക്കാരൊക്കെ വന്നു വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞതേ നോക്ക് ഇത് നോക്ക് ഒളിച്ചിരിക്കുക വന്നിട്ട്. आपका नाम बताओ थोड़ा फेस मास्क क्या സംപിക്കി ലോപ്സാങ് ഓ ലോപ്സാങ് പിക്കി ഓ ഈ പേരൊക്കെ ഞാൻ പറയണമെങ്കിലേ 1-2 ആഴ്ചയാവും എന്ന് പറയില്ലേ. हमारे गाँव का जैसा नाम नहीं है डिफरेंट. आपका नाम है ना क्या बोला एक ग्लास नीचे चलने का टप 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 साउंड होगा उसका है आपका नाम. आपका नाम क्या है? मेरा नाम उर्गेन समूह. ഇത് പേരൊക്കെ ഞാൻ എങ്ങനെ പറയാ, ഇതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. कितने क्लास में पढ़ते हैं आप लोग? कॉलेज ओके आई विल शूट कम कितने कौन सा थर्ड सेमेस्टर BA BCom कौन सा BA ओके कौन सा सब्जेक्ट हिस्ट्री और इकोनॉमिक्स कौन सा हिस्ट्री पॉलिटिकल इकोनॉमिक्स तीनों ठीक है. അപ്പോൾ ഇവരെല്ലാം इंग्लिश कैसे आपको मालूम है? उसने बोला उसको इंग्लिश अच्छा तरह मालूम नहीं है, हिंदी बात करते हैं इसलिए. आपको हिंदी इंग्लिश अच्छा तरह मालूम है? കണ്ടില്ലേ കുട്ടികൾക്കൊന്നും ഹിന്ദി അടിപൊളിയായിട്ട് അറിയില്ല കേട്ടോ, കുറവശേ അറിയുള്ളൂ. ആ ഇതോ മിലി മിലി അലി സുലി ബാ അലി മിലി ഒക്കെ ഇവിടെ നിൽക്കണ്ട എല്ലാവരും. മിന്റു 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 ഇതറാവോ കിतने क्लास में पढ़ते हैं ऐसे बोलो അപ്പൊ മിന്നൊന്നും പറയണില്ല. അപ്പൊ കുറെ നേരം ഇവിടെ നിൽക്കണു, കുറെ മിന്നുമാരും ചില്ലുമാരൊക്കെ കണ്ടു. ക്ലാസ്മേറ്റ് ആ ടീക്കെ. അപ്പൊ എല്ലാവരെയും കണ്ടു, വർത്താനം പറഞ്ഞു. ഇനി അങ്ങോട്ട് നീങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ, കുറെ നേരമായി. അതാണ് Subscribe Travel Bros. ഓക്കെ താങ്ക് യു Bye bye. ഫുള്ള് ബ്ലോക്കാണ് കേട്ടോ. മിലിറ്ററി വണ്ടികൾ വന്നിട്ടേ സകല സ്ഥലത്തും ബ്ലോക്കാ. ഇതൊക്കെ മിലിറ്ററിയുടെ ഏരിയ ആണ്. ഇനി നമ്മൾ അവിടെ എത്തുന്ന വരെ ഏതാണ്ട് മിലിറ്ററി വണ്ടികളുടെ കളിയായിരിക്കും മിലിറ്ററിക്കാരുടെ. ദികൾ ക്രോസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നോക്കിയേ അവർ ഫ്ലാഗ് ഇങ്ങനെ അടിപൊളിയായിട്ട് പാറണു. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ, നമുക്കിവിടെ നിർത്താം. ഇവിടെ പാലത്തിൻ്റെ പണി നടക്കാം കേട്ടോ. അപ്പോൾ പാലം പൊളിച്ചിട്ടുള്ള അതിൻ്റെ സൈഡിൽ എന്തൊക്കെയോ മണ്ണിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. നല്ലൊരു വെള്ളച്ചാട്ടമാണ്. വണ്ടി ഇവിടെ കൊണ്ടുവന്ന് കഴുകി അടിപൊളിയാക്കി പോകാമെന്ന് വിചാരിച്ചത്. ഫുൾ ചെളിയല്ലേ. അപ്പോൾ ഈ വെള്ളച്ചാട്ടം നോക്കിയേ, തീരെ വെള്ളമില്ലാണ്ട് ഇത്ര അടിപൊളിയായിട്ടാണ്. കുറച്ചുകൂടി വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ പൊള്ളിച്ചേനെ. പക്ഷെ വണ്ടി കഴുകാൻ പറ്റില്ല ഗൈസ്. നോക്കൂ, നമ്മളുടെ പ്രാന്തൻ്റെ മുന്നിൽ ഒരു JCB വഴി ബ്ലോക്ക് ആക്കിയിട്ടൊക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇറക്കി അടിപൊളിയായിട്ട് കഴുകാമെന്ന് വിചാരിച്ചായിരുന്നു. കാര്യങ്ങൾ പൊളിഞ്ഞു, പരിപാടികൾ പാളി എന്ന് പറയില്ല. ഞാനത് കണ്ട് ഓടി വന്നതാണ്. പ്രാന്തലിൽ ആകെ ചെളിയല്ലേ, അപ്പോൾ അതൊന്നും വൃത്തിയാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചായിരുന്നു. കാര്യമില്ല. അപ്പം നമുക്ക് കഴുകൽ ഒഴിവാക്കി ഇവിടെ നല്ല ക്ലിയർ വെള്ളമൊക്കെ കണ്ട് നോക്കി. വെള്ളത്തിൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ടോ, അതിലത്തെ കല്ലൊക്കെ ഫുള്ള് കാണാം. തെളിഞ്ഞ ഐസ് വെള്ളം കേട്ടോ, അത്ര സൂപ്പർ വെള്ളമാണ്. ഇപ്പോൾ കഴുകി കഴിഞ്ഞാൽ പൊളിച്ചേനെ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, യോഗമില്ല എന്ന് പറയില്ലേ. അപ്പോൾ കുഴപ്പമില്ല. JCB ഒക്കെ അവൻ കഴുകി കുട്ടപ്പനാക്കിയിട്ടുണ്ട്. നമ്മുടെ കഴുകാൻ സമ്മതിച്ചില്ല. നമ്മുടെ പ്രാന്തം നോക്കിയാൽ കിടക്കണ കിടപ്പ്, അയ്യോ ചെളിയായി കിടക്കണ കാരണം വല്ല എയിമുണ്ട് അവനെ കാണാൻ. ഇന്ന് ശരിയാക്കണം. നമ്മൾ കുറച്ചുകൂടിയും പോന്നപ്പോൾ റോഡ് സൈഡിൽ തന്നെ ഒരു പാറമട കണ്ടപ്പോൾ നിർത്തിയതാണ്. എല്ലാ പരിപാടിയും റോട്ടിൽ തന്നെ. വണ്ടികൾ വരുമ്പോൾ വണ്ടികൾ സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് പാറമട പൊട്ടിക്കും. ഞാൻ ആദ്യം വിചാരിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് പൊട്ടിക്കുകയെന്ന്. നോക്കിയപ്പോൾ അങ്ങനെയൊന്നുമല്ല. അരുണാചൽ പ്രദേശിൽ പാറമടകൾ പൊട്ടിക്കുന്നത് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. പേടിയുണ്ടോ, ഇത് റോഡ് വൈഡനിങ്ങിനോ അല്ലെങ്കിൽ വേറെ ഒന്നിനും വേണ്ടിയല്ല. ഇവരിത് ഇവിടെ ഓരോന്നും ഇങ്ങനെ പൊട്ടിക്കുന്നു, അതുപോലെ തന്നെ മെറ്റലാക്കുന്നു, ആറിഞ്ചാക്കുന്നു, ബോളറാക്കുന്നു, അങ്ങനെ എല്ലാം ആക്കി ചെറിയൊരു കോറി എന്ന് പറയില്ലേ, അത് ഇവിടെ പണിതുകൊണ്ടിരിക്കുകയാണ് അടിപൊളിയായിട്ട്. കണ്ടോ, നമ്മളുടെ അവിടുത്തെ സെയിം സിസ്റ്റം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മാത്രമല്ല കേട്ടോ, പല സ്ഥലത്ത് മുകളിലും അവിടെ ഇവിടെയൊക്കെ റോഡ് സൈഡിൽ ഇങ്ങനെയുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു റോഡ് വലുതാക്കാൻ വേണ്ടിയിട്ട് അങ്ങാനും
പൊട്ടിക്കണതാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെയാണ് മനസ്സിലായത് ഇങ്ങനത്തെ കരിങ്കൽ കോറികളാണ്. പിന്നെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അരുണാചൽ പ്രദേശിൽ നിന്നല്ല, ഏത് സ്ഥലത്ത് ഏത് സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാലും കുറേ ഡിസ്ട്രിക്റ്റുകളുണ്ടാവും. ഒരു 15 16 ഉണ്ടാവും, അല്ലെങ്കിൽ 20 ഉണ്ടാവും, 25 ഉണ്ടാവും. അപ്പോൾ എത്രയോ ഉണ്ടായിക്കോട്ടെ, നമ്മളെന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 5 കയറി ഉണ്ടാവും, അല്ലെങ്കിൽ 10 കയറി ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ കൾച്ചർ കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്കറിയുള്ളൂ. മറ്റുള്ള ഒരുപാട് സ്റ്റേറ്റുകളിൽ ഒരുപാട് രീതിയിലാണ്. അപ്പോൾ ഇവിടെ വികസനം ഇല്ല, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ സംഭവം ഇങ്ങനെയാണ്. നമ്മൾ വന്നിട്ടുള്ള സ്ഥലങ്ങളിലെ കാര്യമാണ് കേട്ടോ നമ്മൾ കൂടുതലും പറയണത്. വേണ്ട കരിങ്കല്ലൊക്കെ വേണ്ട ഇങ്ങനെ തല്ലി കൂട്ടി ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ സെയിം പാറമടകളുടെ പോലെ തന്നെ കല്ലൊക്കെ ഒരു ഗ്രാനൈറ്റിൻ്റെ കളറൊക്കെ ഉണ്ടെന്ന് മാത്രം, വൈറ്റൊക്കെ ആയിട്ട്. നോക്കി അടിപൊളി. വേണ്ട അങ്ങ് അകലേ ഒരു വണ്ടി കരിങ്കല്ല് കയറ്റുന്നുണ്ട് കേട്ടോ. യൂണിയൻകാരാണ് കയറ്റുന്നത്. യൂണിയൻകാരല്ല, ഇവിടുത്തെ ആൾക്കാരാണ് കയറ്റുന്നത്. അത് 2 യൂണിറ്റിൻ്റെ വണ്ടിയാണ്, 2.5 യൂണിറ്റിൻ്റെ വണ്ടിയാണ് കേട്ടോ. അത് 2.5 യൂണിറ്റ് കല്ലിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പൈസ 8000 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും കല്ലിനോ കാര്യത്തിനോ ഒന്നും വില കുറവൊന്നുമില്ല. ഓ ചോട്ടാ വാല പത്തർക്ക കിത്തന ലോഡ് के लिए 16,000 ഓ ഏക് ബഡാ വാല ഗാഡി കാ 16,000 രൂപയാണ് കേട്ടോ മെറ്റില് 3 യൂണിറ്റിന്. എൻ്റെ ദൈവമോ, മെറ്റിലൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആളുകളാണ് ഇതൊക്കെ ഉടക്കണേന്ന് മാത്രം. കോറിയും കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ സെറ്റപ്പ്. ഇതേ മെറ്റിൽ ഉടക്കുന്ന ചേച്ചിമാരുണ്ട്. ദീദി ഹായ് ഹായ് ഹായ്. आप क्या काम करते हैं? हम ये पत्थर ही तोड़ते हैं। पत्थर, इसका एक लोड के लिए कितने मिलेगा आप लोगों का? एक बोस्ता का 50 रुपए। 50 रुपए। एक बॉक्स के लिए मतलब एक बोस्ता होता है सीमेंट का बोस्ता, उसका एक बोस्ता का 50 रुपए। 50 രൂപ, അതായത് ഒരു പെട്ടിക്ക് 50 രൂപ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. बस्ता मीन्स क्या है? बोरी। बोरी बोरी इधर भी है, ये देख नहीं सकते? वो बैग सीमेंट का बैग होता ना, उसका एक बोस्ता का 50 ഓ ऐसा. മനസ്സിലായോ? സിമെന്റിന്റെ ഒരു ചാക്ക്, സിമെന്റിന്റെ ചാക്കില് ഈ മെറ്റൽ ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ 50 രൂപ. ഇതാണ് ഇവർക്ക് കിട്ടുന്ന പൈസ അല്ലേ? एक दिन आप लोग कितना क्या बोला उसका? बस बस्ता कितना बस्ता आप बस? हम 10 तोड़ते। 10 हाँ हाँ हाँ. माता जी आपका नाम क्या है? नाम सोमो। सुमो. आपका? पेमा। पीमा. आपका? इधर भी एक आदमी है ना, विनोद। इसका फेस नहीं देखा? पबजी वो खेल रहा പബ്ജി കളിക്കണോ അതിൻ്റെ ഇടയ്ക്ക് അവൻ? पबजी खेल रहा पबजी। തീക്കേ. അപ്പോൾ താങ്ക് യു. ഓക്കെ. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതാണ് ഇവരുടെ ഈ ഒരു സാധനത്തിനാണ് ഒരു ചാക്ക് എന്ന് ഒരു ഉദ്ദേശിക്കുന്നത്. ഈ സാധനമാണ് കേട്ടോ. ഈ ഒരു സാധനത്തിന് 50 രൂപ കിട്ടും ഇവർ ഉടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പാവങ്ങൾ എന്തോരം ഉടയ്ക്കും? 10 എണ്ണം ഉടയ്ക്കപ്പോൾ 500, 15, 50, 500 രൂപ കിട്ടും. ഓക്കെ. അപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വിശേഷങ്ങൾ, കാര്യങ്ങൾ. കോറികളുടെ ആയാലും അങ്ങനെ ആയാലും സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോഴാണ്. വിലകളൊന്നും കല്ലിന് എപ്പോഴത്തേക്കും കുറവില്ല കേട്ടോ, അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. വീണ്ടും ഇങ്ങനെ വരുന്ന നേരത്ത് ഒരമ്പലം ബുദ്ധിസ്റ്റിൻ്റെ ആണ് കേട്ടോ. അത് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞൊരു പെട്ട സ്ഥലമാണ്, അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. നോക്കി നമ്മുടെ പ്രാന്തം ദേ ഇവിടെ കിടക്കണു. ഒരു മലയുടെ അടിവാരത്താണ് കേട്ടോ റോഡ് ഇങ്ങനെ നിൽക്കണത്. എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. എന്തൊരു സാധനം നോക്കിയേ, എൻ്റെ ദൈവമേ. ഇതിൻ്റെ മുകളിൽ ദേ അവിടെ കരിങ്കല്ലാണ് കേട്ടോ. അവിടെ ഫുള്ള് ദൈവങ്ങളുടെ പടമൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. അവിടേക്ക് കയറി പോകണമെങ്കിൽ പണി കുറച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് കാണണുള്ളൂ. ഇത് കണ്ടോ നിങ്ങൾ? ഇങ്ങനെ നിന്ന് ആസ്വദിക്കണുള്ളൂ. അവിടെ വരെ കയറാനില്ല. ഒരു കുന്ന് പടിയുണ്ട്. അതുപോലെ തന്നെ ദേ ഇവിടെ ഉണ്ട് നിറച്ച് ഫ്ലാഗുകളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചെറിയൊരു ടെമ്പിള്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് ഒന്ന് ഇറങ്ങിപ്പോകാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് റിവറിൻ്റെ ഉള്ളിലൊരു കരിങ്കല്ലിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് കയറിപ്പോയി നോക്കാം. നിറച്ചും കൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഓഹോ, അടിപൊളി. അപ്പോൾ ഇതൊന്ന് കാണാം നമുക്ക്. സൂപ്പർ വ്യൂ ആണ് കേട്ടോ. മുകളിലേക്ക് കയറി വന്നപ്പോൾ ഒരു നദി ഒഴുകുന്നുണ്ട് അടിപൊളിയായിട്ട്. അതേപോലെ വേറൊരു നദി അവിടുന്ന് കൂടി യോജിക്കുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം. ദേ കിഡു വ്യൂ എന്ന് പറഞ്ഞാലേ അടിപൊളി ഒരു വ്യൂ ആണ്. എൻ്റെ അമ്മോ, ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ എന്ത് രസമാണ് നോക്കിയേ. കൊടിയൊക്കെ ഫുള്ള് ഇങ്ങനെ പാറല്ലേ. ഭയങ്കര കാറ്റും ഒട്ടുക്കത്തെ തണുപ്പും. വെയിലുണ്ടെങ്കിലും തണുവിന് യാതൊരു കുറവില്ല. ഈ സൈഡിലേക്ക് വരുമ്പോൾ അതേപോലെ തന്നെ കേട്ടാ. നല്ല അടിപൊളി കാഴ്ചകളാണ്. നമുക്ക് കയറി പോകേണ്ട റോഡുകളൊക്കെ നോക്കിയേ. മഞ്ഞുമല കണ്ടു തുടങ്ങിയിട്ടില്ല. മഞ്ഞുമല കാണാനാണ് പോണത്. ഇതേ അങ്ങകലെ കണ്ടു നിങ്ങൾ? അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ വരെ കയറി എത്താന്ന് പറഞ്ഞാലേ എളുപ്പമുള്ള കേസല്ല. 10,000-2000 പടി ഉണ്ടാവും.
ആ കാഴ്ച വേണ്ടാന്ന് വെച്ചു. കുട്ടികളൊക്കെ ഇതിങ്ങനെ പാറുന്ന നല്ല ഒരു സ്ഥലത്ത് നമ്മുടെ പ്രാന്തം എങ്ങനെ കിടക്കണം കേട്ടാ. പൊളി പൊളി വേണ്ടേ. എന്തായാലും ഇവരുടെ ടെമ്പിളും കാര്യങ്ങളിലൊക്കെ ഫുൾ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നും മനസ്സിലായിട്ടില്ല. എന്തായാലും നല്ലൊരു അന്തരീക്ഷത്തിൽ നല്ലൊരു സ്ഥലത്തായതുകൊണ്ട് എല്ലാം കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് പോവാന്ന് പറയില്ലേ, ആസ്വദിച്ച് ഇങ്ങനെ വെല്ല പോവാ. കാറ്റെന്ന് പറഞ്ഞാൽ ഒട്ടുക്കത്തെ കാറ്റും അതുപോലെ തന്നെ ജാതി തണുപ്പും. ഇത് അവിടെ നോക്കിയേ, കാറ്റത്ത് കണ്ടോ ഫുള്ള് മണ്ണ് താഴത്തേക്ക് വീഴണം നോക്കിയേ. അയ്യോ കാറ്റടിക്കുമ്പോഴേ താഴത്തേക്ക് വീഴുക. എന്തായാലും നമുക്ക് താഴത്തേക്ക് നീങ്ങാം. എന്താ ഇവിടെ ഹെലികോപ്റ്റർ ഇഷ്ടം പോലെ പോകണ്ട കേട്ടോ. ഇതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹെലികോപ്റ്ററുകൾ ചറപറാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിറച്ചും പോണതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗുവാഹട്ടിയിൽ നിന്ന് നേരെ നമ്മളുടെ തവാങ്ങിലേക്ക് ഇഷ്ടംപോലെ ഹെലികോപ്റ്റർ സർവീസ് ഉണ്ട്. അതിന് എത്ര രൂപയാണെന്നുള്ളത് എനിക്ക് അറിയില്ല സംഭവം. അപ്പോൾ നിങ്ങൾ ഈ വഴിക്കൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുവാഹട്ടി വരെ വന്നാൽ മതി കേട്ടോ. അവിടെ നിന്ന് നേരെ അടിപൊളിയായിട്ട് തവാങ്ങിലേക്ക് എന്താ പറയുക ഹെലികോപ്റ്ററിൽ കയറിയിട്ട് വരാൻ പറ്റും. ഹെലികോപ്റ്ററിൽ കയറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഈ സീലാ പാസും അതുപോലെ തന്നെ ബൂംല പാസും എന്നിട്ടാ ബുംല പാസും എല്ലാ പാസും നമുക്ക് ഈ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് കാണാനുള്ള സകല സ്ഥലങ്ങളും ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് ടാക്സി എടുത്തിട്ട് കറങ്ങിയാൽ മതി. കണ്ട കിലോമീറ്റർ നിങ്ങൾ വണ്ടി ഓടിച്ച് വരിക, ഇതൊന്നും ചെയ്യേണ്ട. കാണുന്ന ആഗ്രഹമുള്ള ആൾക്കാർ. പിന്നെ ഇന്ത്യയിൽ കാണാൻ പറ്റിയിട്ടുള്ള 4 സ്ഥലങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ പറഞ്ഞിട്ടുള്ള തവാങ്, അതുപോലെ തന്നെ കുളു മണാലി, അതുപോലെ തന്നെ സിക്കിമിലെ ലാച്ചൻ, അതുപോലെ തന്നെ വേറെ സ്ഥലം കൂടി ഉണ്ടല്ലോ, 4-5 സ്ഥലങ്ങളുണ്ട്. ഇതാണ് മഞ്ഞ് പെയ്യണതും അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങൾ. കാശ്മീർ, ഇതൊക്കെ ഒന്ന് കാണേണ്ട സ്ഥലങ്ങളാണ് കേട്ടോ. എന്തായാലും ഇവിടെ നിന്ന് മിസ് ചെയ്യരുത്. ഒരു പ്രാവശ്യം ഒന്ന് വന്ന് കണ്ടോളാം. പൊരിയാണ് പൊരി. ഞാനിത് കണ്ട് ആസ്വദിച്ചില്ലേ, ഒരു പരിവായി. നമുക്ക് പ്രാന്തൻ്റെ അടുത്തേക്ക് പോകട്ടാ. നമുക്ക് പോകേണ്ട അടിപൊളി പാലങ്ങളാണ് കേട്ടോ നമ്മളിങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പഴയ പാലം ദേ അപ്പുറത്ത് കാണുന്നു, ഇതാണ് പുതിയ പാലം. എന്തായാലും കിടിലൻ റൂട്ടിൽ കൂടിയാണ് കേട്ടോ യാത്ര. 47 കിലോമീറ്റർ കൂടി ഉണ്ട് നമുക്ക് പോവാൻ. 47 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ നമ്മൾ മഞ്ഞുമലയിലെത്തും. വഴി കുറച്ച് മോശമുണ്ട്. റോഡ് ഇടിഞ്ഞ് വീഴാണ്ടിരിക്കാൻ വേണ്ടി കരിങ്കല്ല് പാക്കിങ് നോക്കിയാൽ നിങ്ങൾ. എൻ്റെ അമ്മോ, നെറ്റിട്ടിട്ടില്ലേ, ഫുള്ള് നെറ്റിൻ്റെ ഇതിലാണ് കേട്ടോ നിർത്തിയിട്ടുള്ളത്. എന്ത് സംഭവം വന്നു കഴിഞ്ഞാൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴില്ല. കെട്ടിൻ്റെ കനം കണ്ടോ നോക്കിയേ, എന്ത് വീതിയിലാണ് കെട്ടണേന്ന് നോക്കിയേ. എന്ത് സംഭവം ഉണ്ടായാലും ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കെട്ട് തന്നെയാട്ടോ കെട്ടണത്. റോഡ് സൈഡ് മുഴുവൻ കെട്ടി ഉണ്ടാക്കുക, അടിപൊളി വഴിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണി നടക്കുന്നതുകൊണ്ട് കുറേ സ്ഥലങ്ങളൊക്കെ ഭയങ്കര അലമ്പായിട്ടാണ് കിടക്കണം. നല്ലേ പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഏരിയ എന്തായാലും പെട്ടയാണ്. കണ്ടിട്ട് കൊതി മാറാത്ത സ്ഥലങ്ങളാണ്. വഴി എന്ന് പറഞ്ഞാൽ 1.5 ദുരന്താണ് കേട്ടാ, ഒരു രക്ഷയില്ല. മുങ്ങിത്തപ്പി വേണം പോകാനായിട്ട്. പല സ്ഥലത്തും വഴികൾ ഇതേപോലെ തന്നെയാ. വഴിയൊന്നും നമ്മളിങ്ങനെ അകലം വഴിക്ക് വരുമ്പോൾ നോക്കണ്ട, വഴി ഉണ്ടാവും, അതിലങ്ങോട്ട് പോവുക തന്നെ. അരുണാചലൊക്കെ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെയാ. പല സ്ഥലത്തും നല്ലതുണ്ട്, പക്ഷെ പല സ്ഥലത്തും ഗഡു വഴികളാ. പക്ഷെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ, എല്ലായിടത്തും വർക്ക് നടക്കുന്നുണ്ട്. അത് കാരണം കുഴപ്പമില്ല, ശരിയാവും, എല്ലാം ശരിയാവും. അതിൻ്റെതായ സമയം ഉണ്ടെന്ന് പറയില്ലേ, ആ സമയം ആകുമ്പോഴേക്കും ശരിയാവും. വേണ്ടേ കിടക്കണ കിടപ്പുണ്ടോ വഴി. യാക്കിനെ നോക്കൂ, ഒന്നുമില്ല തിന്നാൻ, ഡ്രൈ ആണ്. ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. വേറെ വരുന്നു ഫുൾ ബ്ലാക്ക്. വീണ്ടും നമ്മൾ മഞ്ഞുമലയുടെ അവിടേക്ക് എത്തിയിട്ടോ. മഞ്ഞ് കണ്ടു തുടങ്ങി. അപ്പോൾ അതുപോലെ തന്നെ തണവൊന്നുമില്ല കേട്ടോ, വലിയ കാര്യമായിട്ട് തണവൊന്നുമില്ല. പക്ഷെ മഞ്ഞ് റോട്ടിൽ കണ്ടു തുടങ്ങി. എനിക്ക് കാണിച്ചു തരാം, മഞ്ഞ് കാണിച്ചു തരാം. അതേ നോക്കൂ, മഞ്ഞ് പെയ്യുന്നത് കേട്ടോ. അവിടേക്ക് മഞ്ഞ് കിടക്കുന്നുണ്ട്. ഇനിയും കയറാണ്ട് മഞ്ഞ് മലകൾ കണ്ടു തുടങ്ങി നമ്മൾ കേട്ടോ. ഇനി ആ മഞ്ഞുമലയെ ലക്ഷ്യമാക്കിയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആർമി വണ്ടികളൊക്കെ വരുന്നുണ്ട്.
ഇനി മഞ്ഞുമലകളെ ലക്ഷ്യമാക്കിയാണ് നമ്മുടെ യാത്ര. റോട്ടിലൊക്കെ മഞ്ഞ് കണ്ടോ? ഓ ഗായ്സ്, അങ്ങനെ നമ്മൾ വീണ്ടും മഞ്ഞുമലയുടെ അടുത്തേക്ക് എത്തിയിട്ടോ. മഞ്ഞുമല കയറി തുടങ്ങിയപ്പോൾ തന്നെ കുറച്ച് നന്നായിട്ട് കണ്ടു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ചുണ്ടൊക്കെ ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് ഒരു തോന്നൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കാണിക്കുമ്പോൾ വേദന എടുക്കണു. അപ്പോൾ ഞാൻ കുറച്ച് വാസലീൻ അങ്ങനെ തേച്ചു. അപ്പോൾ നല്ല ഐസ് പെയ്ത് കിടക്കുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ നിൽക്കുന്നത്. കണ്ടോ എന്തോ ഒരു ഐസാണ് പെയ്ത് കിടക്കണേന്ന്. ഇനി മുകളിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഐസ് ഇങ്ങനെ പെയ്ത് അതിൻ്റെ കൂമ്പാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫ്രോസനായി കിടക്കണ ലേക്ക് കാര്യങ്ങൾ ഐസ് ഇവിടെ തന്നെ നോക്കിയേ എന്തൊരു രസമായിട്ട് കിടക്കണേന്ന് നോക്കിയേ. ഇതൊക്കെ നല്ല കട്ട പിടിച്ചു തുടങ്ങിയിട്ടോ. ശരിക്കും പറഞ്ഞാൽ അഴുക്കായി തുടങ്ങി. കണ്ടോ വണ്ടി പോകുമ്പോഴേ അതിൻ്റെ ചെളിയും കാര്യങ്ങളൊക്കെ റോഡിലേക്കൊക്കെ നിറച്ചു ഐസ് തന്നെയാണ്. ഇതൊക്കെ ഐസ് തന്നെയാണ് കേട്ടോ ഈ കിടക്കുന്നത്, ചെളിയല്ല. അപ്പോൾ വണ്ടി പോകുമ്പോൾ ബ്രേക്കും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇതേ അപ്പോൾ നമ്മുടെ വണ്ടിക്കാണെങ്കിൽ വേറെ ഇഷ്യൂ കൂടി ഉണ്ട്. ബ്രേക്കിന് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് ചുറ്റിയില്ലേ ടയറിൻ്റെ ഉള്ളിൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കയർ ചുറ്റിയായിരുന്നു. ആ കയർ ചുറ്റിയത് ആ ലൈനിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ബ്രേക്ക് ചവിട്ടുമ്പോൾ കട ശബ്ദമാണ്. അപ്പോൾ എന്തായാലും അവിടെ ചെന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ നോക്കിയിട്ട് ഇനി നമുക്ക് എന്തായാലും കയർ കെട്ടേണ്ടി വരികയാണെങ്കിൽ അത് കൂടി കഴിഞ്ഞിട്ട് അഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. ബ്രേക്ക് തീരെ കുറവാണ്. അപ്പോൾ പേടിച്ചിട്ട് വേണം, മെല്ലെ വേണം ഇറങ്ങാൻ. പേടിച്ചിട്ടെന്നല്ല, മെല്ലെ വേണം ഇറങ്ങാൻ, ഇല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ നോക്കി ഇറങ്ങിപ്പോയി. ഇനിയിപ്പോൾ നമ്മൾ ഇന്നലത്തെ പോലെ നോക്കി ഇറങ്ങി കഴിഞ്ഞാൽ വേറെ വല്ലവരും കൂടെ വന്നു കഴിഞ്ഞാൽ പണി കിട്ടുമേ. അപ്പോൾ നോക്കാം, നമുക്ക് നോക്കി പോകാം. അപ്പോൾ മഞ്ഞുമലകളുടെ ഉള്ളിൽ നിന്നുകൊണ്ടും വീണ്ടും വലിയ മഞ്ഞുമല കാണാൻ നമ്മൾ പോവാണ് കേട്ടോ.